ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ഇടാന്ന്. അതാണ് ഇത് കേട്ടോ. വിഷുവായിട്ട് കുറേ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മൂവാണ്ടം മാങ്ങ കുറേ ഉണ്ടായിരുന്നു, അതുപോലെ പ്ലിയൂരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കൂടി എന്തൊക്കെ ചെയ്യും, ജ്യൂസ് ഉണ്ടാക്കി. അപ്പം മാങ്ങാക്കറി വയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ മാമ്പഴ പുളിശ്ശേരി കഴിക്കാൻ പൂതി തോന്നി. അപ്പോൾ 4 ആൾക്ക് വേണ്ടി 4 മാങ്ങ എടുത്തു, കുറച്ച് പച്ചമുളക്, കറിവേപ്പില, ഉപ്പ് 1 സ്പൂൺ. ഇത് നമ്മുടെ ഒരു മൺചട്ടിയിലിട്ടും നമ്മുടെ എന്താ പറയുക, ഈ നാച്ചുറൽ എന്നല്ല, നമ്മുടെ ട്രഡീഷണൽ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺപാത്രങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നത്, അത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റൊക്കെ കിട്ടുക കേട്ടോ. പിന്നെ 1/2 ബൗള് ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തുട്ടാ. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കണണ്ട. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം കേട്ടോ. അരപ്പിന് ആവശ്യമായിട്ട് കുറച്ച് നാളികേരം, അതുപോലെ 1 സ്പൂൺ ജീരകം, പിന്നെ 1 നുള്ളു മഞ്ഞൾപ്പൊടി, ഇതൊക്കെയാണ് വേണ്ടത് കേട്ടോ. പിന്നെ ചുവന്നമുളക് എന്ന് പറയുന്നത് വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞേ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഇടാം കേട്ടോ. ഇവിടെ പൊതുവെ കുഞ്ഞേ ഉള്ളി കിട്ടൽ കുറവാണ്, സവോളയാണ് ഇവിടെ കൂടുതൽ. അപ്പോൾ മലയാളി കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ ചെറുള്ളി. ഞാൻ നാട്ടിലൊക്കെ പോയി വരുമ്പോൾ കൊണ്ടുവരും. അതൊക്കെ ഇട്ട് അരയ്ക്കുക. അപ്പോഴേക്കും തിളച്ചു. ഞാൻ അരപ്പതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അരപ്പ് ഒഴിച്ച് നല്ലപോലെ ഇളക്കി ഒന്നും കൂടി ഒന്ന് വേവാനായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വേവുമ്പോൾ അതിലേക്ക് ഉപ്പും പുളിയും ഇതൊക്കെ നന്നായി അതിലേക്ക് ഇറങ്ങി കിട്ടില്ല. അങ്ങനെ നന്നായി തിളച്ചപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ട് അതിലേക്ക് ഒരു കുഞ്ഞി ബൗള് തൈര് ഒഴിച്ച് കൊടുത്തു കേട്ടോ. തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിളയ്ക്കാൻ പാടില്ല. ആ തൈര് ഒഴിച്ച് ഒന്ന് ഇളക്കി. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് താളിക്കാനായിട്ട് വേണ്ടത് വറ്റൽമുളക് 3 എടുത്തു, കടുക്, കറിവേപ്പില. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായി ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വന്നപ്പോൾ, നന്നായി പൊട്ടണ്ട ചിലപ്പോൾ നമ്മൾ തിക്കുന്നരക്കിലൊക്കെ കൂട്ടുമ്പോഴില്ലേ കടുക് പൊട്ടിയില്ലെങ്കിൽ നമ്മുടെ പച്ചടിയിലൊക്കെ ഒരു ടേസ്റ്റ് വരും. അത് കഴിഞ്ഞിട്ട് കടുകൊക്കെ പൊട്ടിയപ്പോൾ ഞാൻ ഈ കാശ്മീരി മുളകും കറിവേപ്പിലൊക്കെ കൂടി പൊട്ടിച്ച് നമ്മുടെ കറിയിലേക്ക് ഇട്ടു. അങ്ങനെ താളിപ്പിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തുട്ടാ. മധുരം ഉണ്ടായിരുന്നു, അത് കാരണം എനിക്ക് മധുരത്തിനായിട്ടൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വന്നില്ല. മധുരം കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര ഒരച്ചൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ മധുരം ഉണ്ടായിരുന്നു, അത് കാരണം പിന്നെ ഞാൻ മധുരമൊന്നും ചേർത്തില്ല. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് മധുരങ്ങളൊക്കെ നോക്കി ചേർക്കണ്ട. അപ്പോൾ ഇതുപോലെ കാരൊക്കെ ഉണ്ടാക്കാറുള്ളത് ഞങ്ങളുടെ തൃശ്ശൂർക്കാർ സ്റ്റൈലാണിത്. വേറെ ഏതൊക്കെ സ്റ്റൈലിലാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാറിയുക? അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ഹാവ് എ നൈസ് ഡേ.